നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് ഡേറ്റ് ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യം നിക്ഷേപിക്കുന്നത് തടയാൻ പദ്ധതി. പായിപ്പട പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ.പി. ജോയ് ബജറ്റ് അവതരിപ്പിച്ചു. ദാരിദ്ര്യ ലഘൂകരണത്തിനും കൃഷിക്കും മുൻഗണന. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. പുതിയ ഭരണസമിതിയുടെ ആദ്യ ബജറ്റ്. പണ്ടപ്പള്ളി ബ്ലോക്ക് തല HPV വാക്സിനേഷൻ പരിപാടി ഉദ്ഘാടനം നടത്തി. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജി ഷാനവാസ്. വാക്സിനേഷൻ സ്വീകരിക്കാൻ എത്തിയ കുട്ടികൾക്ക് സ്വീകരണവും. കുംഭപ്പൂയ മഹോത്സവം. മഞ്ചനാട് ദേവിക്ക് മകം തൊഴൽ നടന്നു. മേൽസന്ധി വാസുദേവ ശർമ്മ കാർമ്മികത്വം വഹിച്ചു. സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തിയ മാബേൻ നിധി ലിമിറ്റഡ്. മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു. 200ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. വാർത്തകൾ വിശദമായി. പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യം നിക്ഷേപിക്കുന്നത് തടയുന്നതിന് ഊന്നൽ നൽകി പായിപ്പട പഞ്ചായത്ത് ബജറ്റ്. പ്രസിഡന്റ് സീനത്ത് അസീസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് കെ.പി. ജോയ് ബജറ്റ് അവതരിപ്പിച്ചു. പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യം നിക്ഷേപിക്കുന്നത് തടയുവാനും സുരക്ഷിതമായി വാർഡ് തലത്തിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ പ്രസിഡന്റ് സീനത്ത് അസീസിന്റെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് കെ.പി. ജോയ് പായിപ്പട പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. 22,28,33,858 രൂപ വരവും 21,31,60,501 രൂപ ചിലവും 9,30,357 രൂപ ബാക്കി നിൽപ്പുമുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത്. പായിപ്പട ഗ്രാമപഞ്ചായത്തിന് ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന വിഭവ സ്രോതസ്സുകൾ പരമാവധി വിനിയോഗപ്പെടുത്തി എല്ലാ മേഖലകൾക്കും പ്രാധാന്യം നൽകിയ 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഉൽപാദന മേഖലയിലെ വർധനവ്, സമ്പൂർണ്ണ പാർപ്പിട ലഭ്യത, ടൂറിസം വികസനം, പ്രാദേശിക സാമ്പത്തിക വികസനത്തിനായി പുതിയ ആസ്തികൾ ആരംഭിക്കുക, പശ്ചാത്തല മേഖലയിൽ ഗ്രാമീണ റോഡുകളുടെ വികസനം, സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കുക എന്നിവ ഈ ബജറ്റിന്റെ ഭാഗമാണ്. തെങ്ങ് കൃഷിയിൽ കീടരോഗ നിയന്ത്രണം, ഫലവൃക്ഷ തൈ വിതരണം, മുട്ടക്കോഴി വിതരണം, പാർപ്പിട പദ്ധതി, വീട് മെയിന്റനൻസ് ഫണ്ട് ഇരട്ടിപ്പിക്കൽ, പഞ്ചായത്തിൽ ഒരു പൊതു കളിസ്ഥലം, സോളാർ ലൈറ്റുകൾ, ഭിന്നശേഷിക്കാർക്ക് ഉപകരണങ്ങൾ നൽകുന്നതിനായി മെഡിക്കൽ ക്യാമ്പ്, ദുരന്ത നിവാരണ സേന തുടങ്ങിയ പുതിയ പദ്ധതികൾക്കും ബജറ്റിൽ തുക വകയിരുത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷീജ സലാം, PM അബൂബക്കർ, ജൂബി A ബഷീർ, സെക്രട്ടറി ബിജു ബേബി, മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു. ദാരിദ്ര്യ ലഘൂകരണത്തിനും കൃഷിക്കും മുൻഗണന നൽകി മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ്. പുതിയ ഭരണസമിതിയുടെ ആദ്യ ബജറ്റ് വൈസ് പ്രസിഡന്റ് സാബു ജോൺ അവതരിപ്പിച്ചു. കൃഷിക്കും ദാരിദ്ര്യ ലഘൂകരണത്തിനും മുൻഗണന നൽകി മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ്. 32.36 കോടി രൂപയുടെ പുതിയ ഭരണസമിതിയുടെ ആദ്യ ബജറ്റ് വൈസ് പ്രസിഡന്റ് സാബു ജോൺ അവതരിപ്പിച്ചു. സാമ്പത്തിക വർഷത്തെ ഈ ബജറ്റ് 32,35,60,575 രൂപ വരവും 32,20,66,915 രൂപ ചെലവും 14,93,660 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. സാധാരണക്കാരായ കർഷകരും കർഷക തൊഴിലാളികളും കൂടുതലായി അധിവസിക്കുന്നതും എറണാകുളം ജില്ലയുടെ കിഴക്കേ അറ്റത്തായി ഇടുക്കി ജില്ലയോട് ചേർന്ന് എല്ലാ പ്രകൃതി ഭംഗികളും ഉൾക്കൊണ്ടുകൊണ്ട് നിലനിൽക്കുന്നതുമായ ഈ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ 8 ഗ്രാമപഞ്ചായത്തുകളാണ് ഉൾപ്പെടുന്നത്. ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന കാഴ്ചപ്പാടും ജനകീയ പ്രവർത്തനങ്ങളും നയസമീപനങ്ങളും ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ മികവുറ്റ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അതുവഴി സമസ്ത ജനവിഭാഗത്തിന്റെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമായിട്ടുള്ളതാണ്. ലഭ്യമാകുന്ന പരിമിതമായ ഫണ്ടുകൾ ഉപയോഗിച്ച് എല്ലാ വിഭാഗത്തിനും ഏറ്റവും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഉതകുന്ന ഒരു ബജറ്റാണ് ഈ ഭരണസമിതി ലക്ഷ്യമിടുന്നത്. അതിനുവേണ്ടി ജനോപകാരപ്രദമായുള്ളതും നിശ്ചിത കാലയളവിനുള്ളിൽ തന്നെ പ്രയോജനപ്രദമായി നടപ്പിലാക്കാവുന്നതുമായ പദ്ധതികളാണ് ഈ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നെൽകൃഷി കൂലി ചെലവിനായി ബ്ലോക്ക് വിഹിതം 5 ലക്ഷം രൂപയും വാഴകൃഷി കൂലി ചെലവിനായി 2,50,000 രൂപയും ഇഞ്ചി മഞ്ഞൾ വിത്ത് വിതരണം, പച്ചക്കറി വിത്ത് വിതരണം, മുളവൂർ കൂർക്ക കൃഷി എന്നീ പദ്ധതികൾക്കായി ബജറ്റിൽ 5 ലക്ഷം രൂപയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്ക് അനുബന്ധമായി വരേണ്ട കന്നുകാലി വളർത്തൽ മേഖലയിൽ നിന്നും ചെലവിന് ആനുപാതികമായ വരുമാനം കിട്ടാത്തതിനാൽ കർഷകർ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്.
പാൽ ഉൽപാദന വിപണന മേഖലയിലേക്ക് ഉണർവ് നൽകുന്നതിനായി ക്ഷീര കർഷകർക്ക് പാലിന് ഇൻസെന്റീവ് എന്ന പദ്ധതിക്കായി 30 ലക്ഷം രൂപ ഉൾപ്പെടെ ഉൽപാദന മേഖലയ്ക്കായി ആകെ 1 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നു. 32,60,60,575 രൂപ വരവും 32,20,66,915 രൂപ ചെലവും 14,93,660 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിച്ച ബജറ്റ് കൃഷി ഉൽപാദന സേവന മേഖലകൾക്കും മുൻഗണന നൽകിയത്. ദാരിദ്ര്യ ലഘൂകരണം ലക്ഷ്യമിട്ട് BVG റാംജി തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തനങ്ങൾക്കായി 16 കോടി രൂപയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഏവർക്കും വീട് പദ്ധതിയിലൂടെ വിവിധ ജനവിഭാഗങ്ങൾക്ക് ഭവന നിർമ്മാണത്തിന് ബജറ്റിൽ 1.12 കോടി രൂപ വകയിരുത്തി. നമ്മുടെ അംഗൻവാടി പദ്ധതിയിൽ പുതിയ കെട്ടിട നിർമ്മാണത്തിനും അംഗനവാടികൾ സ്മാർട്ട് ആക്കുന്നതിനും 20.30 ലക്ഷം രൂപ നൽകും. ഉൽപാദന മേഖലയ്ക്കായി 2.5 കോടിയിലധികം രൂപയുടെ പദ്ധതിയാണ് ബജറ്റിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിന് 31.50 ലക്ഷം രൂപ അനുവദിച്ചു. വാളകം, മാറാടി എന്നിവിടങ്ങളിൽ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററുകൾ നിർമ്മിക്കും. ഭിന്നശേഷി കലാമേളയ്ക്കും തുക അനുവദിച്ചു. നാടൻ കലയെയും വിനോദങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വജ്ര ജൂബിലി ഫെലോഷിപ്പ്, കേരളോത്സവം, വായനാശീലനവും സാംസ്കാരിക ഉന്നമനത്തിനായി നിലകൊള്ളുന്ന ലൈബ്രറികൾക്ക് സഹായങ്ങൾ, വയോജനക്ഷേമം എന്നീ പദ്ധതികൾക്കും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ ലഭ്യമാകുന്ന ഓരോ സാമ്പത്തിക വിഭവവും ജനനന്മ മാത്രം ലക്ഷ്യമാക്കി ഫലപ്രദമായി വിനിയോഗിക്കുന്നതിന് മതകക്ഷി രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി എന്നും നിലകൊള്ളുന്ന നിങ്ങൾ ഏവരുടെയും സഹായ സഹകരണങ്ങൾക്ക് നന്ദി പറയുന്നതോടൊപ്പം ജനവിഭാഗങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും ആയി നിരന്തരം പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്ത് ഭരണസമിതി എന്ന നിലയിൽ ഈ ബജറ്റിനെ കുറിച്ചുള്ള ചർച്ചയും അഭിപ്രായവും ഉണ്ടാകണമെന്നും പദ്ധതി നിർവഹണം സുഗമമായി നടപ്പിലാക്കുന്നതിനും പദ്ധതി പുരോഗതി 2026-27 സാമ്പത്തിക വർഷത്തിൽ 100% കൈവരിക്കുന്നതിനും തുടർന്നും എല്ലാ സഹായ സഹകരണം ഉണ്ടാകണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടു പ്രസിഡന്റ് നജീഷ് ഷാനവാസ് അധ്യക്ഷത വഹിച്ച ബജറ്റിൽ ജില്ലാ പഞ്ചായത്ത് അംഗം മാത്യൂസ് വർക്കി, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി മാബേനിധി ലിമിറ്റഡ്. മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. 200ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. മാബേനിധി ലിമിറ്റഡിന്റെ CSR പദ്ധതിയുടെ ഭാഗമായി മൂവാറ്റുപുഴയിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ YWCA ഹാളിൽ നടത്തിയ ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു. അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങൾ സംരംഭത്തോടൊപ്പം തന്നെ ചെയ്യുന്ന ഒരു സ്ഥാപനം എന്നുള്ള രീതിയിൽ ഒത്തിരി അഭിമാനമുണ്ട്. മാബേനിധി ലിമിറ്റഡിന്റെ എല്ലാ പ്രവർത്തനങ്ങളും സുതാര്യമായിട്ട് തന്നെയാണെന്നുള്ളത് ഇതുവരെയുള്ള അവരുടെ വളർച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം. ബാങ്കിങ് മേഖലകളിൽ മാറ്റിവെക്കപ്പെടാനാകാത്ത ഒരു സ്ഥാപനമായിട്ട് മാറുവാനായിട്ട് മാബേനിധി ലിമിറ്റഡിനെ കഴിയട്ടെ. ഒരുപാട് കസ്റ്റമേഴ്സിനെ സ്വന്തമാക്കുവാനായിട്ട് ഇനിയും ഈ സ്ഥാപനത്തിന് കഴിയട്ടെ. മാബേനിധി ലിമിറ്റഡിന്റെ MD VS പ്രസന്നൻ, CEO CA ബെസ്റ്റ ജോസഫ്, ഫാദർ ഡോക്ടർ മാനുവൽ പിച്ചളക്കാട്ട്, കൗൺസിലർ സജി ചാത്തങ്കണ്ടം, കൗൺസിലർ ഷിത റാണി തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ബ്ലഡ് കൗണ്ട്, കൊളസ്ട്രോൾ, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് തുടങ്ങിയ 20ഓളം ടെസ്റ്റുകൾ സൗജന്യമായാണ് ക്യാമ്പിൽ ഒരുക്കിയിരുന്നത്. 200ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. കോതമംഗലത്ത് 2 ഇടങ്ങളിൽ നിന്ന് കൂറ്റൻ രാജവെമ്പാലകളെ പിടികൂടിയ രാജവെമ്പാലകളെ ഉൾവനത്തിൽ തുറന്നുവിട്ടു. പൊങ്ങഞ്ചുവട് ഉന്നതിയിൽ നിന്നും കുട്ടമ്പുഴ പഞ്ചായത്ത് പിണവർക്കുടിയിൽ നിന്നും 2 കൂറ്റൻ രാജവെമ്പാലയെ പിടികൂടി. കാട്ടുപാതയിലൂടെ 4ഓളം കിലോമീറ്റർ ദൂരത്തിലാണ് ജനവാസ മേഖലയായ പൊങ്ങഞ്ചുവട് ഉന്നതി. ഒരു കവരുണ്ടല്ലേ? മറിയേണ്ടത് അതൊന്നും കവരില്ല. ഇടയ്ക്കൊന്ന് വലിച്ചിട്ടാ പോരുമായിരിക്കും.
മാറിക്കാണ്. ഊരി ഊരി തലവിടെ തന്നെ. ഞായറാഴ്ച വൈകിട്ടോടെയാണ് പുളിമരത്തിൽ കൂറ്റൻ രാജവെമ്പാലയെ പ്രദേശവാസികൾ കണ്ടത്. വനപാലകരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പാമ്പ് പിടുത്ത വിദഗ്ധൻ ജുവൽ ജൂഡി സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടുകയായിരുന്നു. പിടികൂടിയ രാജവെമ്പാലയെ വനപാലകർക്ക് കൈമാറി. പിണവർക്കുടി ആനന്ദൻകുടി രഘു NR എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തെ കൊക്കോമരത്തിൽ നിന്നാണ് രാജവെമ്പാലയെ പിടികൂടിയത്. വനപാലകരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പാമ്പുപിടുത്ത വിദഗ്ധൻ ഷൈൻകുമാറിന്റെ നേതൃത്വത്തിൽ വനപാലകരെത്തി പാമ്പിനെ സാഹസികമായി പിടികൂടിയായിരുന്നു. ചെറുതാണോ? ചെറുതോ? കണ്ടില്ല അന്നേരം. ചെറുതോ? എന്റെ എൻ്റെ അമ്മ അടിയോളം നീളമുള്ള രാജവെമ്പാലയെ പിടികൂടി ഉൾവനത്തിൽ തുറന്നുവിട്ടു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. പണ്ടപ്പള്ളി ബ്ലോക്ക് തല HPV വാക്സിനേഷൻ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജീ ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. പണ്ടപ്പള്ളി ബ്ലോക്ക് തല HPV വാക്സിനേഷൻ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജീ ഷാനവാസ് ഉദ്ഘാടനം നിർവഹിച്ചു. നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ അസുഖം. പണ്ട് മാരകമായിരുന്ന ഈ അസുഖം ഇന്നത്തെ നമ്മുടെ ആരോഗ്യ മേഖല ഇന്ന് പരിപൂർണമായി ഭേദപ്പെടുത്താനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്നിവിടെ 14 വയസ്സ് പ്രായമുള്ള പെൺകുട്ടികളെയാണ് ഈ വാക്സിനേഷനിൽ ഉൾപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ഇന്ന് സ്ത്രീകളാണ് ഒരു വീടിൻ്റെ തന്നെ നെടുന്തൂണായിട്ട് ഉള്ളത്. ഇന്നത്തെ ഈ കുട്ടികളാണ്, യുവതലമുറയാണ് നാളത്തെ തലമുറയായി ആരോഗ്യമുള്ളൊരു യുവതലമുറയെ സൃഷ്ടിക്കേണ്ടത് ഇന്നത്തെ കുഞ്ഞുമക്കൾ തന്നെയാണ്. ഇന്നത്തെ തലമുറയിലെ മിക്കവരും ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം ചികിത്സകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ ചിട്ടയായ വ്യായാമവും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ രീതിയിൽ ആൻറ്റി ഓക്സിഡുകൾ ഉൾപ്പെട്ട ആഹാര ക്രമങ്ങളും നമ്മൾ ഉൾപ്പെടുത്തേണ്ടതാണ്. വാക്സിനേഷൻ സ്വീകരിക്കാനെത്തിയ കുട്ടികളെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പൂക്കൾ നൽകി സ്വീകരിച്ചു. നിർമ്മല നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ ഗർഭാശയ ക്യാൻസറും HPV വാക്സിനേഷനും ആസ്പദമാക്കി സ്കിറ്റ്, റോൾ പ്ലേ തുടങ്ങിയ ബോധവൽക്കരണ പരിപാടികൾ അവതരിപ്പിച്ചു. ഇത് തടയാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ആദ്യമായി എങ്ങനെയാണ് ഈ രോഗം പിടിപെടുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഹ്യൂമൻ പാപ്പിലോമ അണുബാധ ഇതാണ് പ്രധാന കാരണം. ഇതിന് പ്രത്യേകിച്ച് HPV ടൈപ്പ് 16, 18 പോലുള്ളവ ഹൈ റിസ്ക് ടൈപ്പുകളാണ്. ഇത് കൂടുതലായി സെർവൈക്കൽ ക്യാൻസർ വരാൻ ബ്ലോക്ക് മെമ്പർ ബിന്ദു ജോർജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KC ചാക്കോ, ഹെൽത്ത് സൂപ്പർവൈസർ ജോമോൻ മാത്യു, PHNS ഷിജുല, നിർമ്മല നഴ്സിംഗ് കോളേജ് ട്യൂട്ടർ ഡോണ, PRO താര എന്നിവർ പ്രസംഗിച്ചു.
പരിപാടിയിൽ ആരോഗ്യ പ്രവർത്തകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു. ദീപിക 139ാമത് വാർഷികാഘോഷത്തിന്റെയും നവീകരിച്ച മൂവാറ്റുപുഴ സബ് ഓഫീസിന്റെയും ഉദ്ഘാടനം നടത്തി. മൂവാറ്റുപുഴ ഹോളി മാഗി ഫൊറോന പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ മൂവാറ്റുപുഴ ബിഷപ്പ് യുഹാനോൻ മാർ തെയോഡോഷ്യസ് ഉദ്ഘാടനം ചെയ്തു. ദീപിക ദിനപത്രത്തിന്റെ 139ാമത് വാർഷിക ആഘോഷത്തിന്റെയും നവീകരിച്ച മൂവാറ്റുപുഴ സബ് ഓഫീസിന്റെ ഉദ്ഘാടനം നടത്തി. കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഓഫീസിന്റെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. മൂവാറ്റുപുഴ ഹോളി മാഗി ഫെറോന പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ മൂവാറ്റുപുഴ ബിഷപ്പ് യുഹാനോൻ മാർ തെയോഡോഷ്യസ് വാർഷിക ആഘോഷത്തിന്റെയും നവീകരിച്ച മൂവാറ്റുപുഴ സബ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഏതൊക്കെ പേര് ദീപികയെ വിളിക്കണമെന്ന് ചോദിച്ചാൽ ഏത് പേര് വേണമെങ്കിലും വിളിക്കാം. മൂല്യങ്ങളുടെ കലവറയെന്ന് വേണേ വിളിക്കാം, സഭയുടെ ജിഹ്വ എന്ന് വേണേ വിളിക്കാം, ശബ്ദമില്ലാത്തവരുടെ ശബ്ദം എന്ന് വേണേ വിളിക്കാം. പ്രത്യേകിച്ച് ഈ കാലയളവിൽ ദീപികയുടെ മുഖപ്രസംഗങ്ങള് മനസ്സിരുത്തി നമ്മൾ വായിക്കുമ്പോൾ അത് നൽകുന്ന മൂല്യബോധം ഒരുപക്ഷെ പറഞ്ഞറിയിക്കാനാകില്ല. അത് എത്ര പേരത് വായിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ദീപികയ്ക്ക് അന്നും ഇന്നും ഒരേ ലക്ഷ്യമേ ഉള്ളൂ, ഒരു വഴിയേ ഉള്ളൂ. ഈ കേരള സമൂഹത്തിന്റെ നന്മ. അതിന് പല ഘട്ടങ്ങളിലൂടെ അത് കടന്നു പോകേണ്ടി വന്നു എന്നുള്ളത് വസ്തുതയാണ്. കോതമംഗലം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലക്കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള പുരസ്കാര സമർപ്പണം ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. ദീപികയുടെ ലിറ്റററി ആൻഡ് സോഷ്യൽ എക്സലൻസ് അവാർഡ് KP കുര്യാക്കോസും ഹ്യൂമാനിറ്റേറിയൻ ആൻഡ് സോഷ്യൽ വിഷണറി അവാർഡ് വിൻസെന്റ് ജോസഫും ലെഗസി ഓഫ് ലോയൽറ്റി അവാർഡ് ജോയി നടുക്കുടിയും ഏറ്റുവാങ്ങി. ശരിയും തെറ്റും എന്നുള്ള ആ ഒരു വിവക്ഷയിൽ നിന്നുകൊണ്ട് ശരിയുടെ പക്ഷം വിജയിച്ചു വരണമെങ്കിൽ, അല്ലെങ്കിൽ അത് നിലനിർത്തപ്പെടണമെങ്കിൽ സത്യസന്ധമായ മാധ്യമ പ്രവർത്തകർ അത് ഒന്നുകൊണ്ട് മാത്രമേ ഇതെല്ലാം സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം നാം ശരിയെന്ന് തോന്നുന്ന എല്ലാ സംഗതികളെയും ശരിയല്ലാത്ത വിധത്തിലേക്ക് ആനയിക്കപ്പെടും എന്നുള്ളതിൽ സംശയമില്ല. അവിടെയാണ് ദിനപത്രങ്ങളുടെ വലിയ പ്രസക്തി നിലകൊള്ളുന്നത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ആ നിലയിൽ തന്നെ ദിനപത്രത്തിൻ്റെ പ്രസക്തിയുണ്ട്. അതിൽ ഏറ്റവും സത്യസന്ധമായ നാടിനു വേണ്ടി ശബ്ദമുയർത്തുന്ന ദീപികയ്ക്ക് അതിലേറെ പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കളർ ഇന്ത്യ ജില്ലാതല വിജയികൾക്കുള്ള സമ്മാന വിതരണം മാത്യു കുഴൽനാടൻ MLA നിർവഹിച്ചു. ദീപികയെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ദീപിക പ്രതിദാനം ചെയ്യുന്ന ഒരു പ്രത്യയശാസ്ത്രം കൂടിയുണ്ട്. ദീപിക പ്രതിദാനം ചെയ്യുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രയോജനകരമായ പ്രയോക്താക്കളായിട്ടാണ് ആ പത്രം നിലനിന്ന് വരുന്നത്, അല്ലെങ്കിൽ കാലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. നമ്മുടെ ക്രിസ്ത്യൻ വാല്യൂസിനെ സമൂഹത്തിൽ എപ്പോഴും ആ ക്രിസ്ത്യൻ വാല്യൂസിന് കൂടുതൽ ശക്തി പകരുന്ന, അല്ലെങ്കിൽ അതിനെ കൂടുതൽ ജനങ്ങളിലും അല്ലെങ്കിൽ ജനഹൃദയങ്ങളിലും എത്തിക്കുന്നതിനും, അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം സമൂഹത്തിന് ബോധ്യപ്പെടുത്തുന്നതിനും ഒക്കെ ദീപിക വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. മാത്രമല്ല എല്ലാ പത്രങ്ങൾക്കും ഒരു പക്ഷം എന്ന് പറയുമ്പോൾ അത് നിന്നയായിരിക്കും അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ, അല്ലെങ്കിൽ അങ്ങനെയാണ് ഏതെങ്കിലും പാർട്ടികൾക്കോ നേതാക്കന്മാർക്കോ വേണ്ടി നിൽക്കുന്ന പക്ഷമാണ്. ദീപികയ്ക്ക് ഉള്ളത് കർഷകരുടെ പക്ഷമാണ്, അല്ലെങ്കിൽ മലയോര ജനതയുടെ പക്ഷമാണ്. ഇന്ന് കേരളത്തിൽ ഇപ്പോഴും ആ കാര്യത്തിൽ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പത്രങ്ങളിലൊന്ന് ദീപികയാണ്. രാഷ്ട്രദീപിക ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് ആമുഖ പ്രഭാഷണവും, രാഷ്ട്രദീപിക ഡയറക്ടർ ഡോക്ടർ തോമസ് പോത്തനമൊഴി, CCO ഫാദർ ജിനോ പുന്നമറ്റത്തിൽ, DCL കൊച്ചേട്ടൻ ഫാദർ റോയി കണ്ണഞ്ചിറ, ദീപിക കൊച്ചി റെസിഡന്റ് മാനേജർ ഫാദർ ജോസഫ് കൊള്ളുത്തുവള്ളി, ഹോളി മാഗി ഫെറോന പള്ളി വികാരി ഫാദർ മാനുവൽ പിച്ചളക്കാട്ട്, എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കുംപുറം തുടങ്ങിയവർ പങ്കെടുത്തു.
കുംഭപ്പൂയ മഹോത്സവത്തിന്റെ സമാപന ദിനം മഞ്ചനാട് ദേവിക്ക് മകം തൊഴൽ നടന്നു. മേൽശാന്തി വാസുദേവ ശർമ്മയുടെ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. മഞ്ചനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ കുംഭപ്പൂയ മഹോത്സവത്തിന്റെ സമാപന ദിവസം മഞ്ചനാട് ദേവിക്ക് മകം തൊഴൽ നടന്നു. മേൽശാന്തി വാസുദേവ ശർമ്മയുടെ മുഖ്യ കാർമ്മികത്തിൽ നടന്ന മകം തൊഴലിന് നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. മംഗളത്ത് നടന്ന ക്ഷേത്രത്തിലേക്ക് തുടികൊട്ടും പാട്ടിന്റെ അകമ്പടിയോടെ ഞായറാഴ്ച നടന്ന താലപ്പൊലി ഘോഷയാത്രയിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. ശനിയാഴ്ച രാത്രി കളമെഴുത്തും പാട്ടും കീഴിലും ഉണ്ണികൃഷ്ണന്മാരാരും സംഘവും അവതരിപ്പിച്ച മുടിയേറ്റും നടന്നു. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. മുളവൂർ പ്രതീഷ് ഭവനിൽ പ്രഭാകരൻ പിള്ള 65 നിര്യാതനായി. സംസ്കാരം നടത്തി ഭാര്യ രത്നമ്മ, മക്കൾ പ്രതീഷ്, ലതിക, മരുമക്കൾ ശ്രുതി, ജയശങ്കർ. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.